ഹായ് ഡിയേഴ്സ്, നീ പായസം കഴിച്ചിട്ടുണ്ടോ? കിടു ടേസ്റ്റ് ആട്ടോ. എങ്ങനെ ഉണ്ടാക്കണേന്ന് അറിയോ? ഞാൻ ഉണ്ടാക്കുമ്പോൾ ഒന്ന് പറഞ്ഞുതരാം കേട്ടോ. ഇതിന് വേണ്ടത് നെല്ല് കുത്തിയരിയാണ് കേട്ടോ, അതായത് ഉണക്കലരി. പച്ചരി കൊണ്ട് ഉണ്ടാക്കും, പക്ഷേ പച്ചരി പെട്ടെന്ന് വെന്ത് പോകുന്നതായതുകൊണ്ട് കല്ലിപ്പൊന്നും ഉണ്ടാവില്ല കേട്ടോ. അതുകൊണ്ട് ടേസ്റ്റ് വ്യത്യാസം വരും. അതുകൊണ്ട് നെല്ല് കുത്തിയ അരി തന്നെയാണ് കേട്ടോ മസ്റ്റായിട്ട് വേണ്ടത്. അതുപോലെ ടേസ്റ്റ് കൂടും കേട്ടോ, അതുകൊണ്ടാണ്. പിന്നെ വേണ്ടത് ശർക്കര ഉരുക്കിയതാണ്, പിന്നെ നെയ്യ്, നാളികേരക്കൊത്ത്, ഏലക്കാപ്പൊടി, കിസ്മിസ്, അണ്ടിപ്പരിപ്പ് വറുത്തത്, ഇതൊക്കെയാണ് കേട്ടോ. ആദ്യം നമ്മളൊരു പാത്രത്തിൽ ഈ ചോറ് വേകാൻ വേണ്ടിയിട്ടുള്ള അരി വേകാൻ വേണ്ടിയിട്ടുള്ള വെള്ളം വെക്കുക. വെള്ളം നന്നായിട്ട് തിളച്ച് കഴിയുമ്പോഴത്തേക്ക് അരി കഴുകിയിടുക കേട്ടോ. നെല്ലുകുത്തി അരി കഴുകി അതിലേക്ക് ഇടുക. നന്നായിട്ട് വറ്റിച്ചെടുക്കുക കേട്ടോ. അതിനനുസരിച്ച് വെള്ളം വെക്കുക. നമുക്ക് ഏകദേശം ചോറ് വെക്കുന്ന ആൾക്കാർക്കൊക്കെ അറിയാമല്ലോ വറ്റിച്ചെടുക്കാൻ വേണ്ടി എന്തുമാത്രം വെള്ളം വേണമെന്നുള്ളത്. അപ്പോൾ അങ്ങനെ വറ്റിച്ചെടുക്കുക. എന്നിട്ട് അതിൽ പിന്നെ ചെയ്യേണ്ടത് വറ്റിച്ച് മാറ്റി വെക്കുക. എന്നിട്ട് നമ്മളൊരു പാത്രത്തിൽ ശർക്കര ഉരുക്കി ഇതുപോലെ ചേർക്കുക കേട്ടോ. നമ്മളിടുന്ന അരിക്കനുസരിച്ചുള്ള ശർക്കരയൊക്കെ ചേർക്കുക. എന്നിട്ട് ശർക്കര ഉരുക്കി ഇതുപോലെ ആ ചോറിലേക്ക് ഒഴിക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. ഒരു ഉപ്പിൻ്റെ പൊടി ലേശം വെള്ളം മാറാൻ വേണ്ടി ഒരു തുള്ളി ലേശം ഇടുക കേട്ടോ. എന്നിട്ട് അതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക കേട്ടോ. ശർക്കര നന്നായിട്ട് ചേർക്കുകയാണ്. പിന്നെ ഇത് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് മസ്റ്റായിട്ട് നമ്മൾ അപ്പോൾ ചേർക്കേണ്ടത് നെയ്യാണ് കേട്ടോ. നെയ്യ് പായസം എന്ന് പറയുമ്പോൾ നെയ്യ് കൂടുതൽ തന്നെ വേണമല്ലോ. അപ്പം നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. പിന്നെ ഇതിലേക്ക് നമ്മൾ ഇടേണ്ടത് നാളികേരക്കൊത്തൊക്കെയാണ് കേട്ടോ. നാളികേരക്കൊത്തൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആഡ് ചെയ്താൽ മതി. അല്ലെങ്കിൽ ഇങ്ങനെ മാത്രം കഴിക്കാനാണെങ്കിൽ അതും വേറൊരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. ശർക്കരയും നെയ്യും ഇതുപോലെ റൈസുമായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് നെയ്യ് പായസം ആക്കി കഴിക്കുക. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഈ ചുക്കിൻ്റെ പൊടി, ഏലക്കാപ്പൊടി, ജീരകപ്പൊടി അതൊക്കെ ഇതിലേക്ക് ആഡ് ചെയ്യുന്നതനുസരിച്ച് ടേസ്റ്റും കൂടി മാറും കേട്ടോ. നന്നായിട്ട് ഇത് കുറുകി വരുന്നിടം വരെ നന്നായിട്ട് നെയ്യ് ഇടയ്ക്കിടയ്ക്ക് നെയ്യ് ഇങ്ങനെ ആഡ് ചെയ്ത് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക കേട്ടോ. നല്ല ടേസ്റ്റിയുള്ളൊരു സംഭവമാണ് കേട്ടോ ഈ നെയ്യ് പായസം എന്ന് പറയുന്നത്. കുഞ്ഞുമക്കൾക്കൊക്കെ ഇതെങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ. നന്നായിട്ട് തിളച്ച് നന്നായിട്ട് ഇളക്കി നെയ്യ് നല്ലോണം ഇതുപോലെ യോജിപ്പിച്ച് മാറ്റി വാങ്ങി വെക്കുക കേട്ടോ. എന്നിട്ട് തണുത്തതിന് ശേഷം നമ്മളൊന്ന് കഴിച്ച് നോക്കിക്കോട്ടെ. ഇങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ നമുക്കതിൽ നിന്ന് കുറേശ്ശെ കഴിക്കാൻ തോന്നില്ല. കിടു ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ ഓരോ എസൻസ് മീൻസ് ഈ പൊടികൾ ഏലക്കപ്പൊടി, ജീരകപ്പൊടി, ചുക്കിൻ്റെ പൊടിയൊക്കെ ചേർക്കുന്നതനുസരിച്ച് അതിൻ്റെ ടേസ്റ്റ് വേറെ ഒരു ഇതിലേക്ക് മാറും കേട്ടോ. കിസ്മിസും അണ്ടിപ്പരിപ്പും ഒക്കെ നമുക്ക് വേണമെങ്കിൽ ആഡ് ചെയ്തിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഇത് നന്നായിട്ട് ഡ്രൈ ആക്കി എടുക്കുന്നതാണ് കേട്ടോ നമ്മുടെ ശബരിമലയിൽ നിന്ന് കിട്ടുന്ന അരവണ പായസം. അങ്ങനെ നമ്മുടെ ഈസി നെയ്യ് പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തൊട്ടപ്പുറത്തൊരു ബെല്ലൈക്കൻ ഉണ്ട്, അതും കൂടി പ്രസ് ചെയ്തേക്കുക കേട്ടോ. കമൻറ്റ് അറിയിക്കുക. അപ്പോൾ ബെല്ലൈക്കൻ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണും വരേക്കും ബൈ.